ഹലോ എവ്രി വൺ, ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓൾറെഡി എല്ലാവരും ടൈറ്റിൽ കണ്ടു കാണും. നോക്കാൻ പോകുന്നത് പ്രേക്ഷകരെ ആരാണ് നിരീക്ഷിക്കുന്നത്. നൗ വൈ ഐ ആം ഡൂയിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നത്? ബിക്കോസ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരും. അത് എപ്പോഴും നിങ്ങളുടെ ലക്ക് ആകണം എന്നില്ല, ഓക്കെ, നമ്മുടെ ഭാഗ്യം ആകണം എന്നില്ല. എപ്പോഴും വരുന്ന തടസ്സങ്ങൾ നമ്മുടെ ഗ്രഹങ്ങളുടെ തെറ്റായ പൊസിഷൻ ആയിരിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാൾക്കാർ നിരീക്ഷിക്കുന്നുണ്ടും ആൻഡ് അവരെപ്പോഴും അത് ചിന്തിക്കുന്നുണ്ടും ആൻഡ് നെഗറ്റീവ് എനർജി തരുന്നുണ്ടും ആകാം. സോ ഇവിടെ നോക്കാൻ പോകുന്നത് ആരാണ് പ്രേക്ഷകരെ നിരീക്ഷിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ് നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത സ്റ്റെപ്പ്, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. സോ ഇവിടെ 2 ഗ്രൂപ്പാണുള്ളത്. നമ്പർ 1 ഫസ്റ്റ് ഗ്രൂപ്പ്, നമ്പർ 2 സെക്കൻഡ് ഗ്രൂപ്പ്. സോ പ്രേക്ഷകർ കണ്ണടയ്ക്കുക, നിങ്ങളുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനെ പ്രാർത്ഥിക്കുക ആൻഡ് അവരോട് പറയുക എനിക്ക് എന്താണ് അറിയാനുള്ളത്. ഓക്കെ, ഏത് ഗ്രൂപ്പാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് 1 ആണോ, ഗ്രൂപ്പ് 2 ആണോ? ആൻഡ് ഏത് നമ്പറാണോ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ടൈം സ്റ്റാമ്പ് നോക്കിയും ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആൻഡ് ക്രിസ്റ്റൽ സ്റ്റോക്സ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഉടനെ തന്നെ ബ്രേസ്ലെറ്റ് വീഡിയോൻ്റെ ലിങ്ക് പ്രേക്ഷകർക്ക് നൽകുന്നതാണ്. ഓക്കെ, സോ കണ്ടു നോക്കാം ഏതൊക്കെ ക്രിസ്റ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ സെയിൽസ് ടീമിനോട് ചോദിക്കാവുന്നതാണ്. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് നമ്പർ 1 ആണ്. സോ ആരാണ് പ്രേക്ഷകരെ നിരീക്ഷിക്കുന്നത്? ലെറ്റ്സ് സീ, ആരാണ് പ്രേക്ഷകരെ നിരീക്ഷിക്കുന്നത്? കിങ് ഓഫ് വാൻസ്, 6 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകരിൽ ജോലി ചെയ്യുന്നവർ പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ ഹയർ അതോറിറ്റി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ബി കെയർഫുൾ. ഓക്കെ, ഇവിടുത്തെ എനർജി എനിക്ക് രൂക്ഷമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അവർ ഒരു സ്പോട്ട് വെക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലി എങ്ങനെയാണ്, നിങ്ങൾ ടൈമിലാണോ വരുന്നത്, നിങ്ങളുടെ എത്തിക്സ്, വർക്ക് എത്തിക്സ് എങ്ങനെയാണ്, അതാണ് അവർ നോക്കുന്നത്. ഓക്കെ, സോ അവർ വളരെ ജസ്റ്റർഫുൾ ആണ്, അവർ വളരെ ലീഡർഷിപ്പ് റോളിലാണ്. ഇനിയും ചില പ്രേക്ഷകർക്ക് ഇത് നിങ്ങൾ ഒരാളുടെ കീഴിലല്ല ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ അവിടെ നല്ല ലീഡർഷിപ്പ് റോളിലുള്ള ഒരാളാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്. നിങ്ങളുടെ വർക്ക്, നിങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് കസ്റ്റമർ സർവീസ് കൊടുക്കുന്നത്, ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരോട് ഇടപെടുന്നത്, ഓക്കെ, ഇതൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. പർട്ടിക്കുലർലി പ്രേക്ഷകർ സെയിൽസ് ടീമിലാണെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നത്. സ്വന്തം ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ വരുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. നൗ വർക്കിംഗ് ഏരിയയിലല്ലാത്ത പ്രേക്ഷകർക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ അയൽവക്കത്താകാം വളരെയധികം അതോറിറ്റി ഉള്ള, ദാറ്റ് ഈസ് അവർ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും, അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്. യെറ്റ് ഈ നിരീക്ഷണം ക്രൂരതയുള്ള നിരീക്ഷണമല്ല. ഓക്കെ, സോ എവിടെയോ അവർ ജസ്റ്റ് നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, പലപ്പോഴും നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു. ഓക്കെ, സോ ബട്ട് വീട്ടിലുള്ള എനർജിയിൽ എനിക്ക് ഇത്തിരി ഷിഫ്റ്റിംഗ് ആണ് തോന്നുന്നത്. ഓക്കെ, ഓഫീസ് ആൻഡ് ബിസിനസ്സിലുള്ള ആരാണോ നിങ്ങളെ നിരീക്ഷിക്കുന്നത് അവിടെ എനിക്ക് വളരെ വർക്ക് റിലേറ്റഡ് ഒരു എനർജിയെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് അല്ലാത്ത ആൾക്കാരുടെ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എനിക്ക് എനർജി ഇത്തിരി ദാറ്റ് ഈസ് എപ്പോഴും നിങ്ങളെ പറ്റി അറിയണം ആൾക്ക്. ഓക്കെ, ആരാണോ ഈ വ്യക്തി, ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ പറ്റി അറിയണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് സമയത്ത് എന്ത് ചെയ്യുന്നു,
എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ നിങ്ങളൊരു ടി വി കാണുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ കാണുന്നത് അതുപോലും അറിയാൻ ഉത്സുകത ഉള്ള ഒരാളാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ സീരിയലിലൊക്കെ സീരിയലോ ഫിലിംസിൽ കണ്ടിട്ടുണ്ടാകും, മറ്റൊരാൾ എന്താണ് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ ബൈനോക്കുലേഴ്സ് വെച്ച് നോക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഓക്കെ, ആരാണ് പ്രേക്ഷകരെ നിരീക്ഷിക്കുന്നത്, എന്തിനാണ് നിരീക്ഷിക്കുന്നത്, വാട്ട് ഈസ് ദ ഇഷ്യൂ? 7 of Swords, Empress and 6 of Wands. ഓക്കെ, സോ പ്രേക്ഷകർ, നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ വിജയിക്കുന്നു. ഓക്കെ, സോ ഓഫീസ് ആൻഡ് കരിയർ ഉള്ള, ദാറ്റ് ഈസ് ജോബ് ആൻഡ് സ്വന്തം ബിസിനസ് ഉള്ള പ്രേക്ഷകർ, നിങ്ങളുടെ ബോസിനറിയാം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അതിൽ വളരെ സ്കിൽഫുള്ളാണ്. ഓക്കെ, നിങ്ങൾ വളരെ സ്കിൽഫുള്ളാണ് ആൻഡ് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നു വൃത്തിക്കാണ് ചെയ്യുന്നത്. നിങ്ങളൊരു പ്രോജക്റ്റ് നോക്കി നടത്തുന്നെങ്കിൽ ആ പ്രോജക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ജോലി വളരെ നല്ലതാണ്. ഓക്കെ, നിങ്ങളുടെ ടാക്ടിക്സ് നല്ലതാണ് ആൻഡ് എങ്ങനെയാണ് നിങ്ങൾ ഈ ടാക്ടിക്സ് ഉപയോഗിക്കുന്നത് എന്നതാണ് അവർക്ക് അറിയേണ്ടത്. ഓക്കെ, നൗ വീട്ടിൽ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർ, ഓക്കെ, ദാറ്റ് ഈസ് വെളിയിൽ പോയി ജോലി ഇല്ലാത്തവർ എന്നല്ല, വീട്ടിലെ ജോലിയും വലിയ ജോലി തന്നെയാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങളൊരു മണി റിലേറ്റഡ് ജോബ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളല്ല ചെയ്യുന്നെങ്കിൽ നിങ്ങളെ നിരീക്ഷിക്കുന്നവർ, അവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എല്ലാ രീതിയിലും സംതൃപ്തി ഉള്ളവരാണ്. ഓക്കെ, വളരെയധികം ഐശ്വര്യം, പണം, സമ്പത്ത്, നല്ല നല്ല ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ അവർക്ക് കാണാം. ഓക്കെ, അവർക്ക് തോന്നുന്നത് നിങ്ങൾ എപ്പോഴും നല്ല ഗ്രേസ്ഫുള്ളാണ്. ഓക്കെ, എപ്പോഴും സന്തോഷം നിറഞ്ഞവരാണ്, എപ്പോഴും നല്ല നല്ല ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നു, നല്ല ആൾക്കാർ നിങ്ങൾക്ക് വന്നു ചേരുന്നു. ആൻഡ് ഈ ഒരു കാർഡ് ഇറ്റ്സ് ലൈക്ക് എങ്ങനെ അതെനിക്ക് എടുക്കാം. ഓക്കെ, സോ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഇതേ കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊണ്ടുവരണം എന്നത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, ഞങ്ങളിനി കാർഡ്സ് നോക്കുമ്പോൾ അറിയാം. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യം അവർക്കും വേണം. ഓക്കെ, അവരുടെ ജീവിതത്തിലും വരണം. ഓക്കെ, ദാറ്റ് ഈസ് നാച്ചുറൽ. ഓൾ റൈറ്റ്, ആരാണ് നിരീക്ഷിക്കുന്നത്? 8 of Wands, Strength, Queen of Cups, Ace of Wands, Page of Cups. ഓക്കെ, സോ ഉടനെ തന്നെ പ്രേക്ഷകർക്ക് ഈ നിരീക്ഷിക്കുന്ന ആൾക്കാർ, ഒരാളാണെങ്കിൽ ഒരാൾ, 2 പേരാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ബോസ് നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിനെ പറ്റിയിട്ട്. സോ അവിടെ ഒരു ഹിൻറ്റ് നൽകും. ദാറ്റ് ഈസ് അവർക്ക് നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഹിൻറ്റ് അവർ നൽകുന്നതാണ്. ബിസിനസ് ഉള്ളവർ, ആ ലീഡർഷിപ്പിലുള്ള ആൾ നിങ്ങളോട് വന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിൽ ഒരു ഹിൻറ്റ് നിങ്ങൾക്ക് നൽകുന്നതാണ്. വീട്ടിലുള്ളവർ, ദാറ്റ് ഈസ് നിങ്ങളുടെ കുടുംബക്കാർ ആൻഡ് അയൽവക്കക്കാരാണെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ ഇടയുണ്ട്. ആൻഡ് സംസാരിക്കുന്നതും ഐദർ നിങ്ങളുടെ ഗ്ലോ അപ്പ് എങ്ങനെയാണ്, സൗന്ദര്യമാണ് അവർക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യുന്നത്, എന്ത് ക്രീമാണ് അല്ലെങ്കിൽ എന്ത് ഔട്ട്ഫിറ്റാണ്, എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനും. സമ്പത്താണ് നിങ്ങളുടെ ഇൻക്രീസ് ആവുന്നത് എന്ന് അവർക്ക് തോന്നുന്നു. അവർക്ക് സമ്പത്താണ് വേണ്ടെങ്കിൽ അവർ നിങ്ങളോട് വന്ന് ചോദിക്കാൻ ഇടയുണ്ട്. ഏത് പോളിസീസ് എടുക്കണം അല്ലെങ്കിൽ എവിടെ സേവിങ്സ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് അറിയാൻ അവർ ആഗ്രഹിക്കും. ബി കെയർഫുൾ. അവർ ആഗ്രഹിക്കുന്നത്, അവരിത് പറഞ്ഞല്ല വരുന്നത് നിങ്ങളുടെ അടുത്ത്, ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു,
അവർ പറഞ്ഞു വരുന്നത് ദാറ്റ് എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ട്, ഞാൻ എന്ത് ചെയ്യണം. സോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, റൈറ്റ്? സോ അവർക്കതൊരു ഹിൻറ്റ് കിട്ടും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻ, ഓക്കെ, അവർക്ക് തോന്നുന്നത് ദാറ്റ് ഈസ് നിങ്ങൾക്ക് ദൈവികമായി വളരെയധികം ഐശ്വര്യം ലഭിക്കുന്നുണ്ട്. സോ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് സ്പിരിച്വൽ വേൾഡിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ദാനധർമ്മങ്ങളാണോ അതോ പ്രത്യേകിച്ച് ഒരു റിച്വൽ എപ്പോഴും അമ്പലത്തിൽ പോയി ചെയ്യുന്നുണ്ടോ. സോ അവർക്കറിയണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അതുപോലെ സ്ട്രെസ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതും അവർക്കറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ഓവറോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു, ഓക്കെ, എങ്ങനെ നടക്കുന്നു എന്നറിയാനാണ് അവർ വരുന്നത്. ഓക്കെ ഓക്കെ സോ ലെറ്റ്സ് സീ. Quite interesting, isn't it? Intense change, false twin flame. See, ഈ വരുന്ന ആള്, നിങ്ങൾ ഈ പിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 കണ്ണുകൾ കാണാം. ഇറ്റ്സ് ലൈക്ക് ഒരു കേർട്ടൻ്റെ ഇടയ്ക്കൂന്ന് ഇങ്ങനെ നോക്കുന്നത്, റൈറ്റ്? എന്നെ ആരും കാണല്ലോ, പക്ഷെ എനിക്കെല്ലാം കാണാം. ഓൾ റൈറ്റ്. സോ യുനോ ഈ ആൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോഴും ആക്ച്വലി ചിലപ്പോൾ നിങ്ങൾ ഈ ആളോട് ഏറെ സംസാരിക്കുന്നുണ്ടാകാം, ഓക്കെ. ബട്ട് ദ തിങ് ഈസ് ഈ ആൾ നിങ്ങൾക്ക് നന്മയല്ല ആഗ്രഹിക്കുന്നത്, ഓക്കെ. ഈവൻ ദോ ഇയാൾ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം, ബട്ട് മനസ്സിൽ ഇയാൾ നിങ്ങൾക്ക് നന്മയല്ല ആഗ്രഹിക്കുന്നത്, ഓക്കെ. ആൻഡ് ദ ഇൻറ്റൻസ് ചേഞ്ച് മീൻസ് അവരെവിടെയോ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പക്ഷി പോലെയാണ് കാണിച്ചിരിക്കുന്നത്, ബട്ട് ആ പക്ഷിക്ക് തലയില്ല, ഓക്കെ. സോ സംവെയർ ദേ വോണ്ട്, എവിടെയോ അവർ ആഗ്രഹിക്കുന്നു ദാറ്റ് നിങ്ങൾ താഴണം, ഓക്കെ. നിങ്ങൾക്കിതെന്തുണ്ട്, ഈവൻ തോ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണില്ല, ഓക്കെ. നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളത്, പക്ഷേ അവർക്കറിയാം ഇത് നിങ്ങളുടെ കയ്യിലുണ്ട്. ആൻഡ് സംഭവം അത് അവർ ആഗ്രഹിക്കുന്നു ദാറ്റ് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകണം, ഓക്കെ. പക്ഷെ അവർ നിങ്ങളോട് വളരെ നന്നായിട്ടായിരിക്കും സംസാരിക്കുന്നത്. റീയൂണിയൻ, റീകൺസൈലിംഗ് ഡിഫറൻസസ്. ഇത് ചിലർക്ക് ഒഴിഞ്ഞുപോയ ബന്ധങ്ങളാകാം, ഓക്കെ. നിങ്ങളുടെ ഒഴിഞ്ഞുപോയ ബന്ധങ്ങൾ, അത് ബന്ധങ്ങളിൽ ആരുമാകാം, നിങ്ങളുടെ എക്സസ് ആകാം, ഓക്കെ, എക്സ് ബോയ് ഫ്രണ്ട്, എക്സ് ഗേൾ ഫ്രണ്ട്, ഓക്കെ, എക്സ് സ്പൗസ്, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഏത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ അധികം സംസാരിക്കാറില്ല, നിങ്ങൾ വിട്ടുപോയതാണോ അവരാകാം, ഓക്കെ. വിത്ത് കളർഫുൾ ബൗണ്ടറീസ്, വളരെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞവർ വരാം നിങ്ങളുടെ എഗെയിൻ കണക്ഷൻ വർദ്ധിപ്പിക്കാൻ. ദ ഇലക്ട്രിക്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഓക്കെ. ഇവർ വരുന്നതായത് നിങ്ങൾക്ക് ഷോക്ക് തരാനാണ്, ഓക്കെ. നിങ്ങൾക്ക് നല്ലൊരു ഷോക്ക് ആയിരിക്കും ഇവർ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യുന്നത്. സെക്കൻഡ്ലി, ഇവർ നിങ്ങളുടെ ലൈഫിൽ കടന്നു പറ്റിയാൽ ഇവർ വലിയ ഷോക്ക് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ബിക്കോസ് യു ക്യാൻ സീ ദ സിമിലാരിറ്റി. ഇവിടെ റീയൂണിയൻ ആണ്. യു ലുക്ക് അറ്റ് ദിസ് പിക്ക്, ഇവിടെ കളേഴ്സ് നിങ്ങൾക്ക് കാണാം. ലുക്ക് അറ്റ് ദിസ് കൈറ്റ്, ഇവിടെയും നിങ്ങൾക്ക് അതേ ഫോർമേഷൻ ആണ് കാണുന്നത്. സോ ഐദർ ഇവർ വരുമ്പോൾ നിങ്ങൾക്കൊരു ഷോക്കായിരിക്കും, അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങൾ അവരെ കയറാൻ ശ്രമിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും നിങ്ങൾ അവരെ അനുവദിച്ചാൽ ഇവർ നിങ്ങൾക്ക് നല്ലൊരു ഷോക്ക് ആയിരിക്കും നൽകുന്നത്, ഓക്കെ. റിമെമ്പർ യുവർ ഐഡൻറ്റിറ്റി, യു ക്യാൻ ഡു ഇറ്റ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെയുള്ള സമ്പർക്കം, ഇതുവരെയുള്ള റിലേഷൻഷിപ്പിൽ അവരെന്താണ് നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ എവിടെയാണ് നിന്നത്, അതായിരിക്കണം നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, ഓക്കെ. എത്ര നന്മകൾ നിറഞ്ഞ വാക്കുകളായിക്കോട്ടെ, ഇല്ലാഞ്ഞായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ. ദാറ്റ്സ് പ്രിറ്റി മച്ച് ഗുഡ് റീഡിങ്, ഓക്കെ. വലിയ ഹാമൊന്നും ഇല്ലാത്ത, കുഴപ്പമൊന്നും ഇല്ലാത്ത, എന്നാൽ നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആൾ ആണ്
നിങ്ങളെ നിരീക്ഷിക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യൂ പ്ലീസ്. ആസ് വെൽ ആസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാതിരിക്കരുത്. അവിടെ ആഫർമേഷൻസ് ഇടാറുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട നല്ല നോളജ് അവിടെ ഞാൻ ഇടാറുണ്ട്, എനിക്കറിയാവുന്ന അത്രയും. അതുപോലെ ഹീലിങ്സും കൊണ്ടുവരുന്നതാണ് വെനെവർ ഗൈഡഡ്. ഓക്കെ, ആൻഡ് ഷോർട്സ് ആദ്യം ലഭിക്കാനും ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് ഹീലിംഗ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ആസ് വെൽ ആസ് സേഫ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. വെനെവർ യു നീഡ് എ സർവീസ് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ചാനലിൽ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കണ്ടു നോക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് വെൽ ആസ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, വീഡിയോസ് നിങ്ങൾ കണ്ടു, ഇത്രയും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് 2 എന്ന നമ്പറാണ്. സോ ലെറ്റ്സ് സീ ആരാണ് പ്രേക്ഷകരെ നിരീക്ഷിക്കുന്നത്. 2 of Swords, Queen of Swords, the Chariot, 2 of Wands, Ace of Wands. Okay. ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് പ്രേക്ഷകർ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് പ്രേക്ഷകർ ഏതെങ്കിലും ഒരാളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്. ഓക്കെ, കൈൻഡ് ഓഫ് ഡ്വിൻഡിൽ എനർജി, ദാറ്റ് ഈസ് അവർക്ക് റിവെഞ്ചും എടുക്കണം, പകരവും ചെയ്യണം. എന്നാൽ നിങ്ങൾ വളരുന്നതും അവർക്ക് കാണാൻ വയ്യ. ദാറ്റ് ഈസ് 2 എനർജിയാണ്. അവർക്ക് റിവെഞ്ച് എടുക്കണം നിങ്ങളോട്, പ്ലസ് നിങ്ങൾ ഉയർച്ചയിൽ വരുന്നതും അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, സോ നിങ്ങൾ ആരെയാണ് വിഷമിപ്പിച്ചിരിക്കുന്നത്? ചില സമയത്ത് നമ്മൾ ആരെയും വിഷമിപ്പിക്കില്ല, പക്ഷേ നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുക്കുമ്പോഴും ആൾക്കാർ ഹേർട്ടായി പോകും. ഓക്കെ, ആൻഡ് ദെൻ അഗെയിൻ റിവെഞ്ച് എടുക്കാൻ തോന്നും, ബിക്കോസ് അവർക്ക് തോന്നുന്നത് അവർ വളരെ നല്ലവരാണ് എന്നതാകാം. ഓക്കെ, നിങ്ങൾ ഒരാളെ അറിഞ്ഞുകൊണ്ട് ഹേർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ടു വറി. പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ്ക് ഫോർ ഫോർഗിവ്നെസ്, ആളെ വിളിച്ച് ഫോർഗിവ്നെസ് ആഗ്രഹിക്കുക. പക്ഷേ ഇവിടെ ഞാനൊരു ഡിസ്ക്ലെയിമർ തരാം, ഇയാൾ റിവെഞ്ച് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് തന്നെ അധികം അടുപ്പം വെക്കാതിരിക്കുക. ഓക്കെ, സോ ഇവിടെ റിവെഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്. എങ്ങനെയോ ആൾക്ക് നിങ്ങളെ പീസസിൽ കട്ട് ചെയ്യണം എന്നതാണ്. പീസസിൽ കട്ട് ചെയ്യാൻ ഫിസിക്കലി അല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് ഇല്ലാതാക്കണം, നിങ്ങളുടെ ആ ധൈര്യത്തെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, തോട്ട്സ് ആണ്, മൈൻഡിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, ദാറ്റ് ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ആളെ ഇങ്ങനെ കരയിപ്പിക്കും, ഇങ്ങനെ വിഷമിപ്പിക്കും, ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ചെറുതാക്കും. അതൊക്കെയാണ് അവരുടെ തിങ്കിങ് പ്രോസസ്സാണിത്. ഈ തോട്ട് പ്രോസസ്സിൽ കൂടാതെ അവരുടെ ജീവിതത്തിൽ അവർ വിജയകര പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഡിവൈൻ. ഓക്കെ, അവരുടെ രീതിയിൽ അവർ വിജയത്തിലാണോന്ന് അറിയില്ല, പക്ഷേ അവരുടെ ഡിവൈൻ, ദാറ്റ് ഈസ് നമ്മുടെ ദൈവങ്ങളുടെ കണ്ണിൽ അവർ വിജയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ബട്ട് എവിടെയോ അവർക്ക് നിങ്ങളിൽ നിന്ന് വിജയം നേടണം. ഐ ഡോണ്ട് നോ വൈ. നിങ്ങളിൽ നിന്ന് വിജയം നേടണം. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ ഫോർ ഷുവർ, ബിക്കോസ് എഗെയിൻ ബ്ലൂ കളറാണ്, എഗെയിൻ തോട്ട്സ് ആണ്. പക്ഷേ ഇവിടെ സ്വേർഡ് ആയിരുന്നു, ഇവിടെ വോൺസ് ആണ്. അവർ ആക്ഷൻ എടുക്കുന്നുണ്ട്. സോ ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെയല്ല, ബട്ട് അവരുടെ ജീവിതത്തിൽ അവർ ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഈ ഊർജം, ദാറ്റ് എനിക്ക് എൻ്റെ ജീവിതം നല്ലതാക്കണം എന്നുള്ളത് ഊർജം നിങ്ങൾക്കെതിരെയുള്ള റിവെഞ്ചാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങളോട് റിവെഞ്ച് എടുക്കണം, ആ ഒരു കാര്യം കടക്കുന്നുകൊണ്ടാണ് അവർ അവരുടെ ജീവിതത്തിൽ ഉയരത്തിൽ എത്തുന്നത്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് അല്ലേ?
നിങ്ങൾക്കും ഹാമില്ല, അവർക്കും ഹാമില്ല. ഓക്കെ, what else? Page of Pentacles, Page of Wands, Seven of Wands, Six of Swords, the Star, and Five of Cups. Okay. ഈ റീഡിങ് എല്ലാം കഴിയാറാകുമ്പോൾ ലാസ്റ്റ്ലി 5 of Cups വരുമ്പോൾ ഐ ജസ്റ്റ് ഡോണ്ട് നോ വാട്ട് ടു ഡു. സി, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ നിങ്ങളെ നിരീക്ഷിക്കുന്ന ആൾ നിങ്ങളെ പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതം ഉയർച്ചയിൽ വരാൻ നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, നിങ്ങളുടെ കെപ്പബിലിറ്റി എന്താണ്, അപ്പോൾ എൻ്റെ കെപ്പബിലിറ്റി എന്താണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇയാളിവിടെ നിങ്ങളുടെ കെപ്പബിലിറ്റി നോക്കിയിട്ട് അയാളുടെ കെപ്പബിലിറ്റി എന്തൊക്കെയാണ് അതിനെയാണ് നിരീക്ഷിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നേറുന്നത്, ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ദിവസേന ടൈം ടേബിൾ വെക്കുന്നത്. സോ അത് എനിക്കും വെക്കണം. ആ ഒരു രീതിയിൽ അയാൾ നിങ്ങളെ പഠിക്കുന്നുണ്ട്. പേജ് ഓഫ് ഫോൺസ് ആണ്. എനിക്ക് തോന്നുന്നു സംവെയർ ഈ ആളുമായിട്ട് കണക്ഷൻ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, പ്രേക്ഷകർക്ക് ഇപ്പോഴും ഉണ്ട്. ബിക്കോസ് ആൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൾ നിങ്ങളോട് ഗൈഡൻസ് എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫോർ ഷുവർ. സോ ആ ആളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ 5 of Cups എനർജി. ഇവിടെ 2 സിനാരിയോ ആണ്. ഐദർ ഏതാളാണോ നിങ്ങളോട് റിവെഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആൾക്കറിയാം ദാറ്റ് ആൾ നിങ്ങളോട് തെറ്റാണ് ചെയ്തത്, അതുകൊണ്ടാണ് നിങ്ങൾ ആളെ കട്ട് ഓഫ് ചെയ്തത്. ഓക്കെ, സോ അയാൾക്കറിയാം അയാളുടെ തെറ്റാണ്, എന്നാൽ പോലും ഇത്തിരി അതോറിറ്റി കയ്യിൽ വെക്കുന്ന ആളായിരിക്കാം ഇത്. സോ ആൾക്കാർ റിവെഞ്ച് എടുക്കണം എന്നുണ്ട്. നോ, വേറൊരു സിനാരിയോ എന്ന് പറയുന്നത് മൈറ്റ് ബി ഇയാൾക്ക് റിവെഞ്ച് എടുക്കാൻ ആഗ്രഹം. നിങ്ങൾ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ അവർ നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, സോ ഈ 2 സിനാരിയോയിൽ ഏതെങ്കിലും ഒരു സിനാരിയോ, ബട്ട് എവിടെയോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇയാളുടെ തെറ്റായിരുന്നു. ഇയാൾ നിങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കൊണ്ടുപോയി. നിങ്ങൾ സ്റ്റാൻഡ് എടുത്തു, ആൻഡ് അവിടെ നിങ്ങൾ സ്റ്റാൻഡ് എടുത്തപ്പോൾ അവർ തോറ്റുപോയി. ഓക്കെ, സോ എവിടെയൊക്കെയോ നിങ്ങൾ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്തു, ആൻഡ് ആ ബൗണ്ടറീസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആൻഡ് അതാണ് അവർക്ക് റിവെഞ്ച് എടുക്കാനുള്ള ഒരു ആഗ്രഹം. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. കാരണം തെറ്റ് അംഗീകരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു. പക്ഷെ തെറ്റ് അംഗീകരിച്ചിട്ട് റിവെഞ്ച് എടുക്കാൻ നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്ക് എന്തോ ക്ലിയർ ചെയ്യാനുണ്ട് സ്വന്തം ലൈഫിൽ. ഓക്കെ, വാട്ട് എൽസ്? ബ്രേക്ക് ത്രൂ പ്രോസസ്സിങ് സി, ഐ ടോൾഡ് യു, അയാൾക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. സോ ഈ ഒരു ബൗണ്ടറി ക്രിയേഷൻ, നിങ്ങൾ ചെയ്ത ബൗണ്ടറി ക്രിയേഷൻ അയാളുടെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ ആണ്. അയാളുടെ കാമിക് ഡെബ്രീസ്, എന്തൊക്കെ നെഗറ്റീവ് കർമ്മ ഉണ്ടോ ആ നെഗറ്റീവ് കർമ്മയെ അയാൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അവരുടെ ലൈഫിലൊരു ടീച്ചറായി വന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലൊരു ടീച്ചറായിരുന്നു. ഓക്കെ, സോ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. എഗെയിൻ ക്ലിയറിങ് കർമ്മ, കുണ്ടലിനി ആക്ടിവേഷൻ. സോ ഇവിടെ ഇയാളുടെ ലൈഫ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ ലൈഫിലെ നെഗറ്റീവ് കർമാസ് അയാൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുള്ള ബ്രേക്ക് ത്രൂ അയാൾക്ക് കിട്ടി. ഓക്കെ, ആൻഡ് അയാൾ ഇപ്പോൾ അയാളുടെ കാർമിക് റിലേഷൻസ് അല്ലെങ്കിൽ കാർമിക് ഡെപ്ത് ആണ് റിലീസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓണർ യുവർ എഗ്രിമെൻറ്റ് മിഷൻ ഇൻ മോഷൻ. സോ നിങ്ങളും ഈ ആളും, ഓക്കെ, നിങ്ങളെ നിരീക്ഷിക്കുന്ന ആളുമായിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് നിങ്ങളുടെ. സോ സംവെയർ നിങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാമിക് ഡെപ്ത് ഉണ്ടായിരുന്നു. നിങ്ങളുടെ എഗ്രിമെൻ്റ് ആയിരുന്നു ഇത്. ബിക്കോസ് 8 ആണ് ഇവിടെ നമ്പർ. സോ 8 എന്ന നമ്പർ കർമ്മയുടെയാണ്. ഓക്കെ, സോ ഒരു കാർമിക് ലൂപ്പിലായിരുന്നു നിങ്ങൾ കുറേ കാലം. ഓക്കെ, ഇതിപ്പോഴത്തെ അല്ല,
നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത കുറേ കർമ്മയാണ്. അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, ഇവിടുന്ന് എടുക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. സോ റിവെഞ്ച് രണ്ട് സൈഡിൽ കൂടെ നടന്നിട്ടുണ്ടാകാം. സോ ഈ കാർമിക് ഡെത്ത് ഈ ഒരു പ്രാവശ്യമെങ്കിലും അത് പാറ്റേൺ കട്ട് ചെയ്യാനാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ എഗ്രിമെൻറ്റ് ഓണർ ചെയ്യൂ. നിങ്ങൾ മനസ്സിലാക്കൂ ദാറ്റ് ഇത് നിങ്ങൾ തന്നെ ഓപ്റ്റ് ചെയ്ത ഒരു ലൈഫാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങളുടെ വീഡിയോ. ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്? ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഏരിയ ഷെയർ ചെയ്യുക. സോ ദാറ്റ് ഏരിയ ആൾക്കാർക്ക് ഇത് ബെനിഫിറ്റ് ആകും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അവിടെ ഞാൻ ഏരിയ അഫർമേഷൻസ് ആൻഡ് നിങ്ങൾക്ക് ഫലപ്രദമായ കാര്യങ്ങൾ എനിക്കറിയാവുന്ന നോളജ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹീലിങ്സ് വെനെവർ ഗൈഡഡ് കൊണ്ടുവരുന്നതാണ്. ഷോർട്സ് ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ കൈൻഡ്ലി എന്നെ അവിടെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഹീലിംഗ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനുള്ള വാട്സപ്പ് നമ്പർ ആസ് വെൽ ആസ് സേൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സർവീസസ് വേണ്ട പ്രേക്ഷകർ മെസ്സേജ് ചെയ്യുക. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോയിൽ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ആ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഇത്രയും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. So see you in my next video. Bye.